ഞാൻ തിരികെ എത്താം. മുൻ മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ വീണ്ടും ദേശീയപാതയിൽ, ഇത് ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണെന്ന് സംസ്ഥാന സർക്കാരും അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്ന് UDF പറയുന്ന ഒരു സമയമാണ്. ഏത് തരത്തിലാണ് താങ്കൾ ഈ കൊട്ടിയത്തുണ്ടായ ഈ വിഷയം എത്ര ഗൗരവകരമാണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? കൊട്ടിയത്തിനടുത്ത് മൈലക്കാട് ഇറക്കത്തുണ്ടായിട്ടുള്ള ഈ അപകടം വളരെ ഗൗരവതരമായ ആശങ്കയാണ് ഇതിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുണ്ടാക്കുന്നത്. കാരണം നാഷണൽ ഹൈവേ 66 വിവിധ സ്ഥലങ്ങളിൽ സമാന സ്വഭാവത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായത് ഇതിനകം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷെ അതൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രാലയത്തിന്റെയും കേന്ദ്രമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നിരവധി വിദഗ്ധ സംഘങ്ങൾ വന്ന് പരിശോധന നടത്തിയിട്ട് പോലും കാര്യമായ പ്രയോജനമില്ല എന്ന് തെളിയിക്കുന്നതാണ് സത്യത്തിൽ ഇന്ന് നടന്നിട്ടുള്ള അപകടം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 20-25 അടി ഉയരത്തിൽ, വലിയ ഉയരത്തിലുള്ള ഉയരപ്പാത നിർമ്മിക്കുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇരുവശവും റീറ്റെയിനിങ് വാൾ കൊണ്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഈ ഉയരപ്പാതയുടെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത്തരം സ്ഥലങ്ങളിലൊക്കെ എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ ആണ് സത്യത്തിൽ ആവശ്യം. നമുക്കതിന്റെ സാങ്കേതികത്വത്തെ സംബന്ധിച്ചൊന്നും അറിയില്ലെങ്കിൽ പോലും നിർഭാഗ്യവശാൽ അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നാടിനെ വെട്ടിമുറിച്ച് വന്നതിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പല സ്ഥലത്ത് ഡിസൈനിങ് നിർമ്മാണത്തിലാണ്. ആ അവസരത്തിൽ വളരെ വ്യക്തമായ നാഷണൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ഉയരപ്പാതയുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധനയും വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയമായ നിലയിലുള്ള പഠനവും നടത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ ഉയരപ്പാതകളുള്ള സ്ഥലങ്ങളിൽ എലിവേറ്റഡ് പില്ലറിൽ തീർത്ത എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കണം. ഇന്ന് വലിയ ഉണ്ടാകേണ്ടതായിരുന്നു. ഞാൻ സംഭവ സ്ഥലത്തേക്ക് പോകുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മേഖലയിലായിരുന്നു. ഞാനിപ്പോ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ വലിയ ദുരന്തമാണ് സത്യത്തിൽ ഒഴിവായത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ അത് ഒഴിവായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല. ഈ ഉയരപ്പാതയിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഇരുത്തം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തിന്റെ സാധ്യത വലുതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരമൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ കാര്യത്തിൽ വിദഗ്ധമായ പരിശോധനയും അന്വേഷണവും നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനകം തന്നെ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ നിവേദനം ഇമെയിൽ മുഖാന്തരം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും വിദഗ്ധമായിട്ടുള്ള പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ടും ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള നിവേദനം ഇമെയിൽ മുഖാന്തരം ഇതിനകം തന്നെ കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർക്കും ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇത് സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് വേണമെന്ന് UDF ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോ ഒരു ബ്ലെയിം ഗെയിമിന് തയ്യാറാകുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ചൊരു വിദഗ്ധമായ പരിശോധനയും അന്വേഷണവും നടത്തണം. ഈ ഉയരപ്പാത വലിയ ഉയരത്തിലുള്ള ഇത്തരം പാതകൾ സുരക്ഷിതമായി, ഘടനാപരമായി സുരക്ഷിതമായി നിലനിൽക്കുന്നതാണോ? അതാണ് മൗലികമായി ഈ കാര്യത്തിൽ പരിശോധിക്കേണ്ട വിഷയം. അതിന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തയ്യാറാകണം. സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത്? മാത്രവുമല്ല, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരിക്കൽ പറഞ്ഞതെന്താണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയില്ല. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് കൃത്യമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിന്റെ സ്ട്രക്ചറിൽ തൊട്ട് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ സുരക്ഷിതത്വം പരിശോധിക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്. നിങ്ങളുടെ വിഷ്വൽസ് നോക്കിയാൽ, ലൈബ്രറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
അപ്പൊ ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ മോണിറ്ററിംഗിലാണ്, മേൽനോട്ടത്തിലാണ് ഇതിന്റെ ആകെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി സൂചിപ്പിച്ചത്. അദ്ദേഹം നമ്മൾ തൊട്ട് നോക്കി ഇതിന്റെ സുരക്ഷിതത്വം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുന്നതെന്നും ആഴ്ചയിൽ ഒരിക്കൽ ഇത് റീച്ച് ബൈ റീച്ച് ആയിട്ട് ഞങ്ങൾ ഇതിന്റെ ശരിയായ ഇവാലുവേഷനും മോണിറ്ററിംഗും നടത്തുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയുക? അപ്പൊ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളതല്ല പ്രശ്നം. ഏതായാലും ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള തർക്ക വിതർക്കങ്ങളിലേക്കല്ല പോകേണ്ടത്. ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു ഉന്നതതല ചർച്ച നടത്തണം. ഈ ഉയരപ്പാതയുടെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെ സംബന്ധിച്ചുള്ള വിദഗ്ധ പരിശോധനയും ബദൽ പരിഹാര മാർഗവും ഉണ്ടാക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗം എന്നാണ് എന്റെ കൃത്യമായ വിലയിരുത്തൽ അല്ലെങ്കിൽ അഭിപ്രായം. നന്ദി. എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രനാണ് പ്രതികരിച്ചത്. ഇതിനകത്തൊരു ബ്ലെയിം ഗെയിമിന് താൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ള ആരോപണം UDF നേതാക്കളുടെ ഭാഗത്തും ഉണ്ട് താനും. അതേസമയം ദേശീയപാത അതോറിറ്റിക്കുണ്ടായ വീഴ്ച അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാനത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന